കർഷകനായ കണാരന്റെ വീട്ടിൽ എലിശല്യം പെരുകി. എങ്ങനെയെങ്കിലും എലികളെ ഇല്ലാതാക്കാൻ പല വഴികളും പയറ്റി നോക്കി. ഒടുവിൽ അയാളൊരു പൂച്ചയെ വാങ്ങി. സരസു, ഇന്നു മുതൽ എലികളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. പത്തായപ്പുരയിലെ ധാന്യങ്ങളെല്ലാം തിന്ന് എലികൾ സുഖിച്ചു കഴിയല്ലേ. ഇനി എലികളെ ഒന്നൊന്നായി തിന്ന് ഈ പൂച്ചയ്ക്ക് ഇവിടെ സുഖമായി കഴിയാം. ഇവനെ നമുക്ക് മിട്ടു എന്ന് വിളിക്കാം. ആ കൊള്ളാം, മിട്ടു, മിട്ടുപൂച്ച. മിട്ടു, മിട്ടുപൂച്ചേ. അയ്യോ പൂച്ച, ഇനി ഇവിടെ നിന്നാൽ അപകടമാ. എത്രയും വേഗം കൂട്ടുകാരെ അറിയിക്കണം. മിട്ടു എന്ന പേര് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നീ വേഗം അവന് പാലെടുത്തു കൊടുക്ക്. പാലും നെയ്യും ഒക്കെ കഴിച്ച് മിട്ടു അങ്ങ് തടിച്ചു കൊഴുക്കട്ടെ. എലികളെ പിടിക്കാനുള്ളതല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിട്ടുപൂച്ചയെ പേടിച്ച് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയായി. ആ പൂച്ചയെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങളായി. ആരെങ്കിലും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെങ്കിൽ പറ. ഹോ, തല പുകഞ്ഞ് ആലോചിച്ചിട്ടും ഇതുവരെ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ. എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. അതുവരെ ആരും അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിലിരുന്ന് ഒരു തേങ്ങാമുറി തിന്നുകയായിരുന്നു. ആ സമയം ആ പൂച്ച അവിടേക്ക് വന്നു. അയ്യോ, എന്നിട്ടോ? അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് നടന്നെടുത്തു. ഞാൻ ആ തേങ്ങാമുറിയും കടിച്ച് കിടുകിടാ ഉറച്ചങ്ങനെ നിൽക്കുമ്പോ എന്റെ അടുത്തൂടെ അവനങ്ങ് കടന്നുപോയി. അയ്യോ, എന്നിട്ടവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ? അവനെന്നെ കണ്ടിട്ടും കാണാത്ത പോലെയാ കടന്നുപോയത്. എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ വീട്ടുകാർ കൊടുക്കുന്ന പാലും മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് തടിച്ച് കൊഴുത്തിരിക്കുക ആ പൂച്ച. നമ്മളെ എല്ലാവരെയും ഒറ്റയടിക്ക് തിന്നു തീർക്കാനാവും അവന്റെ പരിപാടി. കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടുകാരെ, ഒച്ച വെക്കാതെ കാര്യം എന്താണെന്ന് പറയടൂ. നമ്മുടെ കുഞ്ഞനെലിയും അവിടുത്തെ തടിയൻ പൂച്ചയും കൂടെ അവിടെ അവിടെ. അയ്യോ, നമ്മുടെ കുഞ്ഞനെ അവൻ. എല്ലാരും വാ. നീ ആള് കൊള്ളാലോ, മഹാകുസൃതിയാണല്ലോടെ നീ. എന്താ നിന്റെ പേര്? ഞാൻ കുഞ്ഞൻ. ചേട്ടന്റെ പേരെന്താ? ഞാൻ മിട്ടു. എല്ലാവരും എന്നെ മിട്ടുപൂച്ചയെന്ന് വിളിക്കും. എലികളുമായിട്ടാണോ നിന്റെ കൂട്ട്? കടിച്ച് കൊല്ലട എലിയെ. അയ്യോ, ഓ, ആ എലി രക്ഷപ്പെട്ടല്ലോ. ഒരു ചുണ്ടലിയെ പോലും പിടിക്കാൻ നിന്നെ കൊണ്ടാവുന്നില്ലല്ലോ മിട്ടു. ഓ പൂച്ച, വെറുതെ തിന്ന് കൊഴുക്കുന്നതല്ലാതെ ഈ പൂച്ചയെ കൊണ്ട് ഇവിടെ ഒരു ഉപകാരവുമില്ല. എന്താ സരസു? ഓ, ഇവിടുത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞതാണേ. എലിയെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ചയെ വാങ്ങി. അതിനിപ്പോ എന്തു പറ്റി? പൂച്ച തിന്ന് കൊഴുക്കുകയും ചെയ്തു, എലികൾ പെറ്റ് പെരുകയും ചെയ്തു. കൺമുന്നിലൂടെ എലി ഓടിയാലും ആ പൂച്ച കണ്ട ഭാവം നടിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? സത്യത്തിൽ മിട്ടുപൂച്ച എലികളുടെ ശത്രുവല്ല, മിത്രമാണ്. ഓ, വെറുതെ ഒച്ച വെക്കാതെ ഒന്ന് പോടേ. ഞാനൊന്ന് ഉറങ്ങട്ടെ.
എടാ തടിയാൻ പൂച്ചേ, നീ ഇത് കണ്ടില്ലേ? തിന്ന് തടിച്ച് കൊഴുത്ത് മടിയനായി വളർന്ന മിട്ടുപൂച്ചയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഒരു ദിവസം ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഉപേക്ഷിച്ചു. ഓ, എലികളെ കൊണ്ട് പൊറുതിമുട്ടി ഒരു പൂച്ചയെ വളർത്തിയിട്ട് അതും വെറുതെയായി. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സരസു, ദേ ഒരു പൂച്ച വരുന്നു. ഇത് മിട്ടുപൂച്ചയല്ലേ? 2 ആഴ്ച കൊണ്ട് ഇവൻ ആകെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇനി ഇതിന് ഞാൻ തീറ്റ കൊടുക്കില്ല, പട്ടിണി കിടക്കട്ടെ. പട്ടിണി കിടന്നപ്പോ കഷ്ടപ്പെട്ട് ഇര പിടിച്ച് ജീവിക്കാൻ അവൻ പഠിച്ചു. ഇനി ഇവിടത്തെ എലികളെ മുഴുവൻ നമ്മുടെ മിട്ടു തിന്നു തീർത്തോളും. മടി മാറി മിടുക്കനായ മിട്ടുപൂച്ച ആ വീട്ടിലെ എലികളെ എല്ലാം ഇല്ലാതാക്കി. അങ്ങനെ മിട്ടു അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി. പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാക്രമിയായൊരു പൂച്ചയുണ്ടായിരുന്നു. അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത്. അയ്യോ ചേട്ടാ, എന്നെ കൊല്ലല്ലേ. ഏയ് ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാതെ ജീവനോടെ അങ്ങ് വിഴുങ്ങാം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പൂച്ചയ്ക്ക് വയസ്സായി. പ്രായം ചെന്നപ്പോൾ അവൻ എലികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ പോയാ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഇര പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. കിട്ടിപ്പോയി. അത് തന്നെ സൂത്രം. അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിന്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ധ്യാനനിരതനായിരുന്നു. എവിടെ നിന്നാണ് ആ ശബ്ദം? അറിഞ്ഞോ, നമ്മുടെ മാളത്തിന് കുറച്ച് അകലെയായി ഒരു പൂച്ച സന്യാസി ഇരിക്കുകയാണ്. അയ്യോ, നമ്മളെ കൊല്ലാനാണോ? ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ്. എന്തോ പെറുപെറുക്കുന്നുമുണ്ട്. എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ എലികളെല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിന്റെ പുറത്തിറങ്ങി. ഞാൻ ആ പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു. എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി. ഞാനും അത് ശ്രദ്ധിച്ചു. പൂച്ച സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല.
മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊള്ളുവിൻ. ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത്. നാം ഒരുപാട് എലികളെ കൊന്നു തിന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത്. ഈ വനലോകത്താകെ ശാന്തി വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ എലിപ്പൈതങ്ങളും വന്ന് അനുഗ്രഹം വാങ്ങുവിൻ. മ്യാവൂ ക്രീം വനമതായ നമ. അങ്ങനെ എല്ലാ എലികളും പൂച്ച സന്യാസിയുടെ അനുഗ്രഹം വാങ്ങുക പതിവാക്കി. ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ, ഏയ് എലിപ്പൈതങ്ങളെ, എല്ലാവരും ഒന്ന് നിൽക്കൂ. എന്താ സ്വാമിജി? നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു. അയ്യോ, എന്താപത്താണ് സ്വാമി? അങ്ങ് കിഴക്കൻ മലയിൽ നിന്ന് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു. സ്വാമിജി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ് ഭയപ്പെടേണ്ട, നമുക്കൊരു ശത്രു സംഹാര പൂച്ച നടത്താം. പൂച്ചയോ? അല്ല, പൂജ. അതിനായി നിങ്ങൾ ഓരോരുത്തരായി എൻ്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം. സ്വാമിജി, അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ. ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാം. അങ്ങനെ ഓരോ ദിവസവും ശത്രു സംഹാര പൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി പൂച്ച സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. വരൂ വത്സ, കടന്നു വരൂ. കടന്നു വരൂ. എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ ചങ്ങാതിമാരെയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ്? പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ? അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. സ്വാമിജി, പൂജയ്ക്ക് വന്നവരെന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല. ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ മടങ്ങി വരും. നിങ്ങൾ ഭയപ്പെടണ്ട. കൂട്ടുകാരെ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ 3 എലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി. അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത്, അയ്യോ, ഇതൊരു കൊടും ചതിയാണല്ലോ. നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഈ പൂച്ച സന്യാസി കൊന്നു തിന്നു. ചാതിയൻ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. പൂച്ച സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ 2 എലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിലെത്തി. സ്വാമിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം. എന്റെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത്. ആരുടെ സമയം?
എന്റെ അല്ല, നിങ്ങളുടെ നല്ല സമയം. നാക്കുളക്കിയതാ. ഓ, നല്ല ശത്രുദോഷമുണ്ട്. ഞാൻ വേഗം പോയി തീർത്തിട്ട് വരാം. മ്യാവ്. എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു. സ്വാമിജി, എന്തായി? ശത്രുദോഷം തീർന്നോ? പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല. പൂച്ച 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 സന്യാസി, പൂച്ച 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 സന്യാസി. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച്, പപ്പായ. ആപ്പിൾ, പൈനാപ്പിൾ, മാമ്പഴം, മുന്തിരി, തണ്ണിമത്തൻ. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. എനിക്ക് വേണം പപ്പായ, എനിക്ക് വേണം ഓറഞ്ച്, എനിക്ക് വേണം തണ്ണിമത്തൻ, പെപ്പര, പേരയ്ക്ക. എനിക്ക് വേണം പപ്പായ, എനിക്ക് വേണം ഓറഞ്ച്, എനിക്ക് വേണം തണ്ണിമത്തൻ, പെപ്പര, പേരയ്ക്ക. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. പല്ലിനും എല്ലിനും വളരാനായി ചൊല്ലുക നല്ല പഴമേത്? വിറ്റമിൻ എയുള്ള ആപ്പിൾ പഴം. കണ്ണിനു നല്ലത് ഏതു പഴം? വിറ്റമിൻ ഇയുള്ള മാമ്പഴം. അപ്പൊ വിറ്റമിൻ സി ഉള്ള ഓറഞ്ചോ? രോഗമൊക്കെ തടയാൻ, ബോഡി സ്ട്രോങ് ആക്കാൻ ഈ ഓറഞ്ച് നമ്മുടെ നേതാവ്. ഈ ഓറഞ്ച് നമ്മുടെ ജേതാവ്. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. ഞാനോ ഒരു വീരനലി, കണ്ടാലൊരു കേമനലി. ഞാനോ ഒരു വീരനലി, പഴങ്ങൾ തിന്നും ശൂരനലി. എടുക്കാനും പറ്റുന്നില്ല, കൊതി കൊണ്ട് ഉപേക്ഷിക്കാനും തോന്നുന്നില്ല. എന്താടേ ഓടെ ചാടാൻ നോക്കുവാണോ? കടിയും പിടിയും വിട്ട് എല്ലും പോയി നിൽക്കുന്നവനെ ചുമ്മാ കളിയാക്കല്ലേടോ. എല്ല് പോയെന്നോ? ആരുടെ? എന്റെ എല്ല്. നിന്റെ എല്ല് ഊരിപ്പോയിട്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ശേ, താൻ എന്താ ഈ പറയുന്നേ? എന്റെ എല്ല് ഊരിപ്പോയെന്നൊന്നും അല്ല. ഞാൻ ശാപ്പിടം കൊണ്ടുവന്ന എല്ല് ഈ ഓടയിൽ പോയെന്നാ പറഞ്ഞത്.
പറ്റുമെങ്കിൽ എല്ലും കഷ്ണം എടുത്തു തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? നായിക്കുട്ട, നീ ഇത്രയും നേരം ശ്രമിച്ചിട്ട് നടന്നില്ല, പിന്നെയാണോ എന്നെ കൊണ്ട് സാധിക്കുന്നത്? വെറുതെ സമയം കളയാമെന്ന് മാത്രം. അയ്യോ, ഇനിയപ്പോ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പറ, എന്താ? എല്ലിന്റെ കാര്യം അങ്ങ് മറന്നേക്ക്. ഹോ, എല്ലായതുകൊണ്ട് ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല. പോയതോർത്ത് ദുഃഖിക്കാതെ പോകാൻ നോക്ക് ചങ്ങാതി. എന്താ രണ്ടുപേരും കൂടെ എന്തോ വലിയ തർക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിപരമായ എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ? ഈ നായ്ക്കുട്ടൻ കൊണ്ടുവന്ന ഒരു എല്ലും കഷണം അത് ഈ ഓടയിൽ വീണുപോയി. അത് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഹോ, എന്തോന്ന് കഷ്ടം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്നേ. പണ്ട് ഞാൻ പിടിച്ചു കടിച്ചു കൊണ്ടുവന്ന ഒരു എലി ഇതുപോലെ ഓടയിൽ വീണുപോയതാ. ഒത്തിരി ആഗ്രഹത്തോടെ നമ്മൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു സങ്കടമുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചങ്ങാതി, നിനക്കെന്നെ വിഷമം മനസ്സിലായല്ലോ. എല്ലും കഷ്ണം എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കിട്ടിയില്ലല്ലോ. ഹേയ്, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാമായിരുന്നു, അതാണ് ഞാൻ ശ്രമിക്കാത്തത്. ഓ നായക്കുട്ടാ, എനിക്ക് എല്ലും കഷ്ണം എടുക്കാൻ പറ്റില്ല. വെറുതെ ഈ എല്ലും കഷ്ണത്തിന് വേണ്ടി സമയം പാഴാക്കണ്ട കേട്ടോ. ഈ എല്ലും കഷ്ണം ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബുദ്ധിയില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം. എന്താ നായിക്കുട്ട, എന്തു പറ്റി? എന്റെ എല്ലിൻ കഷ്ണം ഓടയിൽ വീണുപോയി. സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. നിങ്ങളോ? എന്ത് മണ്ടത്തരമാണ് ഈ പറയണത്? നിങ്ങളെക്കാൾ ശക്തരായ ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഇത്തിരി പോന്ന ഉറുമ്പ്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, ശ്രമിച്ചോ ശ്രമിച്ചോ. വീണ്ടും ഒരു പരാജയം കൂടി കാണേണ്ടി വരുമല്ലോ എന്നോർത്താ എന്റെ സങ്കടം. കൂട്ടുകാരെ, എല്ലാവരും ആഞ്ഞു പിടിച്ചോണം. സകല ശക്തിയുമെടുത്ത് ഞങ്ങൾ പിടിക്കും. ഏലം പിടി ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, ഒത്തുപിടിച്ചാൽ ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, മലയും പോരും ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, എല്ലും പോരും ഏലയ്യ, ഏലേലയ്യ ഏലയ്യ. ഹായ് കൂട്ടുകാരെ, ഒത്തിരി ഒത്തിരി നന്ദി. ഓ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ ഉറുമ്പുകൾ നമ്മളെ ഞെട്ടിച്ചു. കൂട്ടുകാരെ, ഞങ്ങളെപ്പോലെ നിങ്ങളും ഒത്തൊരുമിച്ച് ശ്രമിച്ചായിരുന്നെങ്കിൽ ഈ എല്ലിൻ കഷ്ണം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുമായിരുന്നു. 3 പേരും ഒരുമിച്ച് പരിശ്രമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശ്രമിച്ചത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഒരുമിച്ച് പരിശ്രമിച്ചാൽ വിജയം